രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ട സമയമാണിത്. ശ്വാസകോശങ്ങളിൽ രോഗമുള്ളവർക്ക് നെഞ്ചത്ത് കൈവെക്കാം. യേശുനാമത്തിലാണ് കൈകൾ വെക്കണമെന്ന് കർത്താവിനോട് നീ ഏറ്റു പറഞ്ഞിരിക്കണം. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ. തൊണ്ട വേദനയുള്ളവർക്കും സിസ്റ്റുള്ളവർക്കും ഗ്ലൈറ്റൻ്റെ അസുഖമുള്ളവർക്കും തൈറോയിഡ് ഉള്ളവർക്കും തൊണ്ടയിൽ കൈവെക്കാം. വിശ്വാസ പ്രവണത ചെയ്തുകൊണ്ടിരിക്കണം. എവിടെയാണ് തലയിലോ കണ്ണിലോ മൂക്കിലോ സെൻസേഷൻ ഇല്ലാത്തവർക്ക്, കാഴ്ച കുറവുള്ളവർക്ക്, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, അവരൊക്കെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. വിശ്വാസ പ്രവണമാണ് ചെല്ലേണ്ടത്. അടിവയറ്റ് വേദനയുള്ളവരെ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ, പങ്ക്രിയാസിൽ കല്ലുള്ളവർ, വീർപ്പുള്ളവർ, കരളിന് വേദനയുള്ളവർ, ഹൃദയത്തിന് ആഘാതമുള്ളവർ എല്ലാം ആ സ്ഥലത്ത് കൈവെക്കുക. ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർ കൈ സ്വസ്തിക പോലെ എടുത്ത് കൈവയ്ക്കണം. 5-6 രോഗങ്ങളുള്ളവരില്ലേ, അവർക്ക് പൂർണ്ണമായ ശരീരത്തെ കർത്താവിനെ ഏൽപ്പിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കണം. കർത്താവിന് ശക്തി നിങ്ങളിലേക്ക് കടന്നു വരേണ്ട സമയമാണ്. കർത്താവിനെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ശ്രുതിക്കട്ടെ. കർത്താവിനെ ശക്തി ഒഴുകണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവിനെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 36 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കർത്താവ് കൃപാസം അൽത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗീയപ്പാ, മാരകരോഗികൾ, തീരാവ്യാധികള് യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ സൗഖ്യമാകട്ടെ എന്ന് പിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിസപ്പ രോഗികള്, ത്വക്ക് അലർജി ഉള്ളവര്, അസ്ഥി ഉരുക്കമുള്ളവര്, അസ്ഥി ക്ഷയിക്കുന്നവര്, സോറിയാസിന്റെ രോഗമുള്ളവര്, വേരിക്കോസ് രോഗികള്, തലമുടി കൊഴിയുന്നവര്, തലയിൽ സിസ്റ്റുള്ളവര്, പിൻകഴുത്തിൽ വേദന ഉള്ളവര്, മക്കളില്ലാത്തവര്, ഉള്ള മക്കൾ നടക്കാത്തവര്, സംസാരിക്കാത്തവര്, ഓട്ടിസം ഉള്ളവർ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവര്, ഗർഭിണികള്, ഗർഭത്തിൽ കുഴപ്പങ്ങളുള്ളവര്, കുഞ്ഞിന് വളർച്ചയില്ലാത്തവര്, കുഞ്ഞത്തിന് പുറത്തോട്ട് വന്നിട്ട് ലിക്വിഡ് ഫ്ലൂയിഡായിട്ട് പോകുന്നവര്, കിടപ്പ് രോഗികളായിട്ടുള്ള ഗർഭിണികളെ എല്ലാവരും സ്പർശിക്കണമേ കർത്താവേ. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഉദര രോഗികള്, മൂത്രാശയ രോഗികള്, മക്കളില്ലാത്തവര്, അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിട പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി വെക്കട്ടെ. കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യത്വത്തില് യേശു നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. വാദരോഗങ്ങളെ സുഖപ്പെടുത്തണമേ. അപസ്മാര രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. കാൽ പൊട്ടിയിരിക്കുന്നവരെയും ത്വക്ക് രോഗികളെ സുഖപ്പെടുത്തണമേ. കർത്താവിന്റെ രക്തത്തെ കഴുകട്ടെ. സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം അരികിൽ വരേ സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം. ജോലിയില്ലാത്തവര്, ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ, ജോലി നഷ്ടപ്പെട്ടവര്, ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നവര്, ഇന്റർവ്യൂവിലേക്ക് പോകുന്നവര്, ഓഫർ ലെറ്റർ വന്നതിന് ശേഷം വേറെ ഒന്നും വരാത്തവര്, പണമടച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെസ്പോൺസ് ഇല്ലാത്തവര്, കമ്പനിയിൽ നിന്ന് റെസ്പോൺസ് ഇല്ലാത്തവര്, കയ്യിരിക്കുന്ന പണവും പോയി ജോലിയുമില്ലാതെ മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാതെ മനസ്സ് കുഴങ്ങുന്നവര്, കിഡ്നി രോഗികളെയും കൂടി സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കിഡ്നി സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. പ്രയാസം അനുഭവിക്കുന്ന സിസ്റ്റേഴ്സ്, ദൈവവിളിയിൽ പ്രയാസം അനുഭവിക്കുന്ന സിസ്റ്റേഴ്സിനെ ഈശോ കാണിക്കുന്നുണ്ട്. ദൈവവചനം കേൾക്കാൻ പറ്റാത്ത വിധം കാതുകൾ ബധിരമായി പോയവരെ കാണിക്കുന്നുണ്ട്. അവരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ അകപ്പെട്ടിരിക്കുന്നവര്, അത് തിരിച്ചടക്കാൻ മാർഗമില്ലാതിരിക്കുന്നവര്, വസ്തു വിൽക്കാൻ പറ്റാത്തവര്, വാങ്ങിക്കാൻ പറ്റാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, പരീക്ഷ എഴുതാതിരിക്കുന്നവര്, ഇന്റർവ്യൂ ടെസ്റ്റിന് പോകുന്നവർ, ജോലിക്ക് യാത്ര ചെയ്യാൻ പോകുന്നവര്, ഭവനത്തിൽ കലഹങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിരിക്കുന്നവർ, സങ്കടപ്പെട്ടിരിക്കുന്നവർ, പല മയക്കുമരുന്നിനും പലതരത്തിലുള്ള രഹസ്യമായ ബന്ധങ്ങൾക്കും അടിപ്പെട്ടതിൻ്റെ പേരിൽ ജീവിതത്തിൽ നിരാശ അനുഭവിച്ച് ഭാരം അനുഭവിക്കുന്നവർ, ഓരോരോ തരത്തിൽ വിഷമം അനുഭവിക്കുന്നവർ, നാട്ടിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ജയിലിലായി പോയവർ, വിസ ബ്ലോക്കായി പോയവർ, പാസ്പോർട്ട് വിത്ത് ഹെഡായി പോയവർ, എല്ലാ സാങ്കേതികമായ ദുരിതങ്ങൾ വിഷമിക്കുന്നവർ,
ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാത്തവരെ, അതിനുള്ള തടസ്സങ്ങളുള്ളവരെ, പഠനത്തിന് തടസ്സമുള്ളവരെ, അവരുടെ ഓരോരോ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ മാർഗമില്ലാത്ത എല്ലാം കെട്ടിക്കിടക്കുന്നവരെ യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. സദയം തുടരേ സുഖമായും എന്റെ ഉള്ളം ഒരിക്കൽ വരേണേ സദയം തുടരേ സുഖമായും എന്റെ ഉള്ളം. ഓരോ നിമിഷം അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൈ നെഞ്ചത്ത് വെച്ച്, രണ്ട് കൈയും നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കണം. യാത്രയ്ക്ക് ഒരുമ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരോ ഫയലുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ കെട്ടിക്കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ പേപ്പറുകൾ ഓരോ തരത്തിൽ ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥകൾ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും എമർജൻസി ആയിട്ട് രേഖകൾ കിട്ടാതെ വിഷമിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ആൾക്കാരുടെ മർക്കട മുട്ടിയും കടുപിടുത്തവും വട്ടം ചവിട്ടും കാരണം അവരുടെ ജീവിതത്തിൽ മൂവ്മെന്റ് ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏജ് ഓവർ ആയതുകൊണ്ട് തടസ്സമുള്ള വിവാഹ തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക പ്രശ്നങ്ങൾ കാരണം വിവാഹ തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തടസ്സമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് വിവാഹ തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ സാഹചര്യം ശരിയല്ലാത്ത കൊണ്ട് വിവാഹ തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ തടസ്സങ്ങൾ ഈശോ എടുത്തു മാറ്റട്ടെ. ശ്രദ്ധിക്കട്ടെ, 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 ശ്രദ്ധിക്കട്ടെ. നടപടി നേരിടാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടി ഉടനെ പേപ്പറിൽ വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മലമുകളിലെയും കാട്ടിലെയും പല സ്ഥലങ്ങളിലേക്കും നമുക്ക് കിട്ടിയ സ്ഥലം വിറ്റുമാറ്റാനും പറ്റാത്ത വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാടകയിൽ പെട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാടകയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഓരോ തരത്തിലും വിഷമിക്കുന്നവരുണ്ട്. വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞവരുണ്ട്. വാടകയ്ക്ക് വീട് തിരക്ക് നടക്കുന്നവരുണ്ട്. വാടക കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട്. പൈസ കിട്ടാത്തവരുണ്ട്. അത് കേസായവരുണ്ട്. പല മേഖലകളിൽ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു തൊഴിൽ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നവരെ, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ പല കാരണങ്ങളും നിന്ന് പോയവർ, കോവിഡിന് ശേഷം ഒരു തൊഴിലും ഗുണം പിടിക്കാതിരിക്കുന്നവർ, വരുമാനം എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത അവസാനത്തെ ഒരുപിടി കാശുമായിട്ട് നിൽക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവേ, അമ്മേ, പരിശുദ്ധ അമ്മേ, അവരുടെ കൈകളിൽ അമ്മ കൂടി പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. വീട് ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉള്ള വീട് ഉറഞ്ഞു പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീട് വിൽക്കാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലം മാറി താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി കിട്ടാൻ വേണ്ടി, ജോലി കിട്ടിയിട്ട് മാത്രമേ കാര്യങ്ങളിൽ നീക്കപ്പൊക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് ഏർപ്പെടാൻ കഴിയാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം ഇല്ലാത്തവർക്ക്, വിവാഹം കഴിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി തടസ്സങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിന്ന് മൗനമായി പ്രാർത്ഥിക്കുക. കൈകൾ കൂപ്പി ആദരവോടെ പ്രാർത്ഥിക്കുക. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈശോ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ എൻ്റെ മക്കൾ ഓർക്കണം. ഇപ്പോഴേ നിങ്ങളുടെ കാര്യം അമ്മ അത് ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. നീര് കെട്ടിയ രോഗങ്ങൾ, വാതരോഗങ്ങൾ, ശരീരത്തിൽ ചില അവയവങ്ങൾ കൂടുതലായിട്ട് വളരുന്നത്, ചില അവയവങ്ങൾ സൂക്ഷിച്ചു പോകുന്നത്, ചില അവയവങ്ങൾക്ക് ക്യാൻസർ പിടിച്ച് ചെറുതാകുന്നത്, എല്ലാം കർത്താവ് രക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒലിപ്പ് രോഗങ്ങൾ, മൂക്കിൽ നിന്നൊഴുക്കുന്നവർ, രക്തസ്രാവങ്ങൾ, മൊത്തമറിയാതെ പോകുന്നവർ, മലമറിയാതെ പോകുന്നവർ, കാലിൽ നീതി കെട്ടി കിടക്കുന്നവർ, എല്ലാവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നടുവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നടുവിന്റെ കസ്റ്റേജുകൾ വിട്ടിരിക്കുന്നവരെ, മുട്ടിന്റെ ലിഗമെന്റ് പോയിരിക്കുന്നവരെ, ആശുപത്രി കിടക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ശത്രുക്കട്ടെ, കർത്താവിന് ശത്രുക്കട്ടെ. അമ്മ മധ്യ സംഭവിക്കട്ടെ. മാരക രോഗികളെ യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തുടരേ സുഖമായി
എൻ്റെ ഉള്ളം അരികിൽ വരണേ, ഒരുമിച്ച് പാടുക. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. അവനുമായി പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം മൗനമായി പ്രാർത്ഥിക്കട്ടെ. ദിവ്യാരണനാഥന്റെ ആശീർവാദം നമുക്ക് ശിരസ് നമിച്ച് സ്വീകരിക്കാം. മൗനമായിട്ട് നമ്മുടെ വിഷയങ്ങൾ ദിവ്യാരണ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ ആവേ